മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായി തൊണ്ടിമുതൽ തിരിമറി കേസിൽ പ്രോസിക്യൂഷനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ആന്റണി രാജുവാണ് തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയതെന്നതിന് എന്താണ് തെളിവ് എന്നാണ് കോടതി ചോദിച്ചത്. അഭിഭാഷകൻ കക്ഷിക്ക് വേണ്ടി ജോലി ചെയ്തു എന്നതിനപ്പുറം എന്താണ് കുറ്റകൃത്യമെന്നും കോടതി ചോദിക്കുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിൽ. ഈ ഒരു അഭിഭാഷകൻ കക്ഷിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കുറ്റകൃത്യമാകുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നു. മറ്റൊന്ന് വളരെ പ്രധാനം, ആന്റണി രാജുവാണ് ഇത് ചെയ്തത് എന്നതിന് തെളിവുണ്ടോ എന്ന് പ്രോസിക്യൂഷന് മറുപടി ഉണ്ടോ? അനുജ, മറുപടി നൽകാൻ വേണ്ടിയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ സാവകാശം തേടിയിരിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ ഈ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ ആവശ്യം തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ആന്റണി രാജു അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയത്. അത് ഇന്നലെ ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നെങ്കിലും പരിഗണിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ തന്നെ അത് പരിഗണിച്ചു. ജസ്റ്റിസ് ജയചന്ദ്രന്റെ ബെഞ്ചിലാണ് ഹർജി പരിഗണിക്കപ്പെട്ടത്. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ പ്രോസിക്യൂഷനോട് ചോദിച്ചത്. പ്രത്യേകിച്ച് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ ഉള്ളത്. അതിലൊന്ന്, ലഹരിമരുന്ന് ഒളിപ്പിച്ചു വെച്ച അടിവസ്ത്രം തിരിച്ചു നൽകാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകിയോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടിമുതൽ വാങ്ങി നൽകിയത് കക്ഷിക്ക് വേണ്ടിയല്ലേ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അഭിഭാഷകൻ കക്ഷിക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനപ്പുറം എന്ത് കുറ്റകൃത്യമാണ് ഇതിലുള്ളതെന്നും ആന്റണി രാജു ആണ് ഈ കുറ്റകൃത്യം അല്ലെങ്കിൽ ഈ കൃത്രിമം ചെയ്തത് എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും, അതിന്റെ തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കോടതി ചോദിച്ചിട്ടുണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ സാവകാശം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആന്റണി രാജുവിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ശിക്ഷാ നടപടി മരവിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇതിന്റെ തുടർ നടപടികൾ താൽക്കാലികമെങ്കിലും നിർത്തിവെക്കണമെന്നുമാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ഈ ശിക്ഷാ നടപടി അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അടിയന്തരമായ ഇടപെടൽ വിഷയത്തിൽ വേണമെന്ന് കൂടി ആന്റണി രാജു നൽകിയ അപ്പീൽ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.